കഴിഞ്ഞ വർഷം ജയ കിരീടം ചൂടിയ കഴിഞ്ഞ വർഷത്തെ വിജയിയായ വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി രണ്ടാം ട്രാക്കില് ശ്രദ്ധിച്ചോളൂ. രണ്ടാം ട്രാക്കിലൂടെ പായുന്ന വില്ലേജ് ബോട്ട് ക്ലബിന്റെ തലവടിച്ചുണ്ടൻ, അതേപോലെ നാലാമത്തെ ട്രാക്കിലൂടെ പോകുന്ന കാരിച്ചാൽ, മൂന്നാമത്തെ ട്രാക്കിലൂടെ പോകുന്ന ചമ്പക്കുളം, ഇത് മൂന്നും നിങ്ങൾ കുറിച്ച് വെച്ചോളൂ. സെന്റ് പയസിനെ ഒന്നാം ട്രാക്കിൽ എഴുതി തള്ളരുത്. രണ്ടാമത്തെ ലൂസേഴ്സ് ഫൈനലാണ്. ഈ ലൂസേഴ്സ് ഫൈനൽ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ചമ്പക്കുളത്തിന്റെ മിന്നും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടം. പറക്കുകയാണ്. ഓരോ തുഴക്കാരനും ഓരോ യോദ്ധാവിനെ പോലെ സ്വപ്നങ്ങളുമായി മുന്നമടയിലേക്ക് വന്ന് തലവടിക്കുന്ന പറക്കുന്നു. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് പുന്നമടയുടെ ഓലപ്പറപ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വടക്കമാനത്ത് നിന്ന് പുന്നമടയുടെ മുന്നോളങ്ങളിലേക്ക് പറന്നിറങ്ങിയ കറുത്ത ചിറക് വെച്ച അരയന്നങ്ങളെ പോലെ കരിനാഗങ്ങൾ കുതിച്ചു പായുകയാണ്. വില്ലേജ് ബോട്ട് ക്ലബ് തലവടിച്ചുണ്ടൻ മുന്നിലാണ്. അതേ തലവടിച്ചുണ്ടൻ മുന്നിലാണ്. തലവടിയെ വിട്ടുകൊടുക്കില്ല. ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ കുതിച്ചുയർന്ന വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരിയുടെ ചിറകിലേറി തലവടിച്ചുണ്ടൻ പറക്കുകയാണ്. പുന്നമടയിൽ തീ പിടിക്കുകയാണ്. വില്ലേജ് ബോട്ട് ക്ലബിന്റെ രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ മിന്നും പ്രകടനം പ്രേക്ഷകരെ കാണൂ. ഇതാ ആ രണ്ടാമത്തെ ട്രാക്കിലൂടെ കുതിച്ചു പായുന്ന തലവടി, ഇപ്പോൾ ഇതാ സെന്റ് പൈസിനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ട് കുതിച്ചു പായുന്ന കാഴ്ച. തലവടിയുടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കൈനഗരിയുടെ താരങ്ങൾ തുഴയുന്ന കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഇക്കുറി രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഇതാ ആവേശത്തോടെ ഒന്നാം സ്ഥാനത്തേക്ക്. റിക്സൺ ഇതാ വില്ലേജ് ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞു പോലും ഒപ്പത്തിനൊപ്പം എറിഞ്ഞുകൊണ്ട് തലവടിച്ചുണ്ടനും സെന്റ് പയസും ഇതാ കുതിക്കുകയാണ്. അതെ, തലവടി തന്നെ അല്പം മുന്നിൽ തലവടി തന്നെയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തലവടിച്ചുണ്ടൻ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന കാഴ്ച. വില്ലേജ് ബോട്ട് ക്ലബിന്റെ തലവടിച്ചുണ്ടൻ ഒന്നാം സ്ഥാനത്തേക്ക്. തൊട്ടു പിന്നിൽ സെന്റ് പയസ് ഒന്നാം ട്രാക്കിലും മൂന്നാം ട്രാക്കിൽ ചമ്പക്കുളവും ഉണ്ട്. നാലാം ട്രാക്കിലുള്ള കാരിച്ചാൽ വില്ലേജ് ബോട്ട് ക്ലബിന്റെ തലവടിച്ചുണ്ടൻ കഴിഞ്ഞ തവണ ഒന്നാം സ്ഥാനം നേടിയ വില്ലേജ് ബോട്ട് ക്ലബിന്റെ തലവടിച്ചുണ്ടൻ ഇതാ ഇക്കുറി ഈ രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഒരു വള്ളപ്പാടകളെ ചമ്പക്കുളത്തെ പിന്നിലാക്കി, കാരിച്ചാലിനെ പിന്നിലാക്കി, സെന്റ് പൈസിനെ പിന്നിലാക്കി ഇതാ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കുതിച്ചു വരുന്ന കാഴ്ച. 2024 സെക്കൻഡിന്റെ 1005 അംശത്തിലാണ് അവർക്ക് നെഹ്റു ട്രോഫി 2025 അവർ പിടിച്ചെടുക്കുകയും വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഈ രണ്ടാം ലൂസേഴ്സ് ഫൈനലിന് കിരീടമെടുക്കുന്നു എന്നതാണ്. ഇതാ ഒരു വള്ളപ്പാടകലയാണ്. കാരിച്ചാൽ കയറുന്നുണ്ടോ? പക്ഷേ എപ്പോഴും ഒരു വള്ളപ്പാടകലെ സെന്റ് പൈസിനെയും ചമ്പക്കുളത്തെയും പിന്നിലാക്കി ഇതാ ഗീർ മാറുകയാണോ? ആഞ്ഞുകുത്തുകയാണ്, ആഞ്ഞു വലിക്കുകയാണ്. പ്രദീപും സതീഷും വില്ലേജ് ബോട്ട് കുതിക്കുകയാണ്. അവര് ഇത് പകവീട്ടുകയാണ്. ഇവിടെ ചരിത്രം എഴുതുകയാണ്. സെക്കൻഡ് ലൂസേഴ്സിൽ തലവടി ബഹുദൂരം മുന്നിൽ, വള്ളപ്പാടുകൾക്ക് മുന്നിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരിച്ചാൽ വിട്ടുകൊടുക്കുന്നില്ല. തൊട്ടുപിറകെയുണ്ട്. 1 2 10 16 തവണ നെഹ്റു ട്രോഫി മുത്തമിട്ട് ചരിത്രവുമായി കാരിച്ചാൽ വിട്ടുകൊടുക്കുന്നില്ല. ഒന്നാം തുഴയിൽ ഷിബിൻ പുന്നമട ഇല്ല, ആഞ്ഞു വലിക്കുന്നു. തലവടിയെ തോൽപ്പിക്കാൻ അത്ഭുതങ്ങൾ ഉണ്ടാകണം. ഞാൻ തലവടിയാണ്. ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളാണ്. This boat has no history. It came to make history.
തലവടി ചരിത്രം കുറിക്കുന്നു വില്ലേജ് ബോൾ ക്ലബ്ബ്. അറിയേണ്ടത് വില്ലേജ് ബോൾ ക്ലബിന്റെ ഈ കുതിപ്പ് ഫൈനലിനേക്കാൾ ഏറ്റവും കുറഞ്ഞ സമയമായിരിക്കുമോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ചരിത്രമാകും. രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിക്കുന്ന വില്ലേജ് ബോൾ ക്ലബ്ബ് ഫൈനലിൽ എത്തുന്ന ടീമിനേക്കാൾ കുറഞ്ഞ സമയമാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. വില്ലേജ് ബോൾ ക്ലബ്ബ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കറിയാം, കഴിഞ്ഞ തവണ വിയ്യാപുരം തുടങ്ങിയ വില്ലേജ് ബോൾ ക്ലബ്ബ് തകർപ്പൻ തലവടി, തകർപ്പൻ തലവടി, തലൈവാ തലൈവാ തലവടി. പ്രിയപ്പെട്ടവരെ, തലൈവറായിരിക്കുന്നു തലവടി. പ്രിയപ്പെട്ടവരെ, വില്ലേജ് ബോൾ ക്ലബ് ഇതാ രണ്ടാം ലൂസേഴ്സ് ഫൈനലിൽ കിരീടം നേടുന്നു.